ഏവർക്കും സുപ്രഭാതം. ബേർശേബയിൽ നിന്നും ഹാരാനിലേക്കുള്ള ഓട്ടത്തിലാണ് യാക്കോബ്. ഉള്ളിൽ മരണകരമായ ഒരു ഭീതിയുണ്ട്, തൻ്റെ സഹോദരൻ തന്നെ കൊല്ലുവാൻ സാധ്യത. ഇതിൻ്റെ മുന്നിൽ വളരെ ഭയത്തോടുകൂടി ഓടുന്ന വഴിയിൽ സൂര്യൻ അസ്തമിക്കൊണ്ട് താൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു കല്ലെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. തന്നെ അലട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് മരണഭീതിയാണ്. മറ്റൊന്ന് ഏകാന്തമായിരിക്കുന്ന അവസ്ഥയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ താൻ കിടന്നുറങ്ങുമ്പോൾ കാണുന്ന ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിൽ സ്വർഗത്തോളം എത്തിയിരിക്കുന്ന ഒരു ഗോവണി, ആ ഗോവണിയിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുകയാണ്. എത്ര സുന്ദരമായിരിക്കുന്ന ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ വളരെ സസൂക്ഷ്മം പരിശോധിച്ചാൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ യാക്കോബ് വിചാരിച്ചു ഈ യാത്രയിൽ ഞാൻ ഏകനാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൂതന്മാർ യാക്കോബിന് ചുറ്റുമുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ചിത്രമാണ് ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച യാക്കോബിന് കാണുവാൻ കഴിഞ്ഞത്. അതെ, ദൈവം തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റുമുണ്ട്. ഈ ചിന്ത നമ്മെ ഭരിക്കുവാൻ ഇടയാകട്ടെ. നമ്മുടെ ഏകാന്തതയിൽ, നമ്മുടെ വേദനകളുടെ സാഹചര്യത്തിൽ, നമ്മുടെ ഒറ്റപ്പെടലുകളുടെ സാഹചര്യങ്ങളിൽ, ഇവിടെയെല്ലാം നമുക്ക് ചുറ്റും പാളയമിറങ്ങി നമ്മെ വിടുവിക്കുന്ന ദൂതവലയമുണ്ട് എന്നുള്ള ആ വലിയ ചിന്ത ഇന്ന് പകലിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തേകുമാറാകട്ടെ. ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.